blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. പുതിയ വർഷത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ബ്ലെസ്സിങ് ടുഡേയും നമ്മളേവരും പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ ആഴ്ചയിലേതുപോലെ തന്നെ ഈ ആഴ്ചയിൽ വളരെ വിശേഷമായ ചില വിഭവങ്ങളാണ് ബ്ലെസ്സിങ് ടുഡേയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് ദിവസം നൽകപ്പെട്ട പ്രത്യേകമായ ദൈവിക സന്ദേശം, അതുകൂടാതെ ക്രോസ് ഓവർ സർവീസിൽ പുതുവത്സര സന്ദേശമായി നൽകപ്പെട്ടത്, ഇത് രണ്ടും നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ കേൾക്കുവാൻ കഴിയും. ഗെറ്റ് റെഡി ഫോർ എൻ എക്സൈറ്റിംഗ് വീക്ക്. ഇന്നത്തെ വിഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വി ആർ ഗോയിങ് ടു പ്രേ ഫോർ ദ പീപ്പിൾ, ദ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സ് who helped us to telecast these episodes. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും ഐസക് ആൻഡ് ലീലാമ്മ ഐസക്, അവരുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദമ്പതികളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. മകൾക്ക് വളരെ യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് നൽകണമേ. ഐസക് എന്നീ സഹോദരനായി പ്രാർത്ഥിക്കുന്ന തൻ്റെ ജോലിയിൽ ഒരു വലിയ ഉയർച്ച അങ്ങ് കൊടുക്കണമേ. തിരുവനന്തപുരത്തു നിന്നുള്ള കെ ശാന്തകുമാരിക്കായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ഗൂഗിളിന് വേണ്ടി ഞങ്ങൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റലിജൻസ് ബ്യൂറോയിൽ തനിക്കൊരു ജോലി ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. മൂത്ത മകൻ രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുണ്ടറ ജനുവരി 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, ഇളമ്പള്ളൂർ, കുണ്ടറ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ജനുവരി 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠന യാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Today I'm going to talk about get Jesus, get everything. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്ന വിഷയം ഇതാണ്: യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. I'm going to give you a subtitle also to the main title, get Jesus, get everything. Get the Son and get everything. ഇന്ന് യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി എന്നതിന്റെ ഒരു ചെറിയ സബ് ടൈറ്റിൽ നിങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഇതാണ്. എഴുതി വെക്കുക: പുത്രനെ കിട്ടിയാൽ എല്ലാം കിട്ടി. എഴുതിയാലും. So the opening scripture I would like to give you is 1 John chapter 4 verse number 2 and 3. ഇന്ന് പ്രാരംഭമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന വചനം 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-3 വചനങ്ങളാണ്. 1 John chapter 4 verse number 2 and 3. By this you know the Spirit of God. Every spirit that confesses that Jesus Christ has come in the flesh is of God.
ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. And every spirit that does not confess that Jesus Christ has come in the flesh is not of God. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. John the Apostle is giving us an acid test to know the spirit from God and the spirit which are not from God. ഇവിടെ യോഹന്നാൻ അപ്പസ്തോലൻ അദ്ദേഹം ദൈവാത്മാവിൽ നിന്നുള്ളവരും ദൈവാത്മാവിൽ നിന്നല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു ആസിഡ് പരിശോധന അവിടെ നടത്തുകയാണ്. And the test is this: every spirit that confesses that Jesus Christ has come in the flesh is of God. അവിടെ പരിശോധന ഇതാണ്: യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കുന്ന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞേ, യേശു ക്രിസ്തു ശരീരത്തോടെ വന്നു എന്ന് അംഗീകരിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. That is a wonderful thing. അതൊരു മനോഹരമായ കാര്യമാണ്. So God's Son coming in the flesh is so important. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ ശരീരത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. Hallelujah. Some people deny the fact that God came in the flesh, in human form, into this world. എന്നാൽ ചില ആളുകൾ ദൈവം ജഡത്തിൽ മനുഷ്യരൂപത്തിൽ ശരീരത്തിൽ ഇറങ്ങി വന്നു എന്ന യാഥാർത്ഥ്യത്തെ അവർ തള്ളിക്കളയുകയാണ്. What happens is they become anti-Christ spirits. എന്താ സംഭവിക്കുന്നത്? അവർ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി മാറുകയാണ്. Very quickly I'm going to give you 5 important facts about the Son of God. വളരെ പെട്ടെന്ന് ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട 5 സത്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകി തരാൻ പോകുകയാണ്. And all these 5 facts are connected to Christmas. ഈ 5 സത്യങ്ങളും ക്രിസ്മസുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. So are you all ready for that? അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാണോ? Sharpen your pens. Get ready. നിങ്ങളുടെ പേനയൊക്കെ റെഡിയാക്കുക. Open your ears. Get ready. നിങ്ങളുടെ ചെവികൾ തുറന്ന് തയ്യാറാകുക. Number 1 is this: the Son is a sign to the world. ഒന്നാമത്തെ കാര്യം എഴുതി വെക്കുക: പുത്രൻ എന്നുള്ളത് ലോകത്തിന് ഒരു അടയാളമാകുന്നു. ചേർന്ന് പറയാമോ? പുത്രൻ ലോകത്തിന് ഒരു അടയാളമാണ്. ഉറക്കെ പറയാമോ? പുത്രൻ ലോകത്തിന് ഒരു അടയാളമാണ്. എഴുതുക, പറയുക, പ്രഖ്യാപിക്കുക. പുത്രൻ ലോകത്തിന് ഒരടയാളമാകുന്നു. Isaiah chapter 7 verse number 14. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം എഴുതുക 7-ാം അധ്യായം 14-ാമത്തെ വചനം. This is a very world famous prophecy by prophet Isaiah about the birth of Jesus Christ. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള വളരെ സുപ്രസിദ്ധനായിട്ടുള്ള പ്രവാചകനായ യെശയ്യാവിന്റെ നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണിത്. Therefore the Lord himself will give you a sign: behold, the virgin shall conceive and bear a son, and shall call his name Emmanuel. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന്, ചേർന്ന് വായിക്കാമോ, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. On the Christmas day there was a sign to the whole world. ഓർക്കുക, ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടും ഒരു അടയാളം ഉണ്ടായിരുന്നു. And what is that sign? എന്തായിരുന്നു ആ അടയാളം? ആർക്ക് പറയാം? What is a sign? എന്തായിരുന്നു ലോകമെമ്പാടും കണ്ട അടയാളം? Star. നക്ഷത്രം. 0 marks. 0 മാർക്ക്. You read it in the Bible. നിങ്ങളത് ബൈബിളിൽ വായിച്ചല്ലോ. We will read it again. Therefore the Lord himself will give you a sign. Behold, the virgin shall conceive and bear a son. That is a sign, not star. ഓർക്കുക, യെശയ്യാവ് 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം എല്ലാവരും നോക്കിയൊന്ന് വായിക്കാമോ? എന്നോട് ചേർന്ന് വായിക്കാമോ? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. അടയാളമാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. നക്ഷത്രമല്ല, ഇതാണ് അടയാളം. എന്താണ് അടയാളം? ഉറക്കെ പറയാമോ? ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതാണ് അടയാളം. എത്ര പേർക്ക് പിടികിട്ടി?
കൈവീശി ഹാലലൂയ പറ. ഹല്ലേലൂയ. ഈ വർഷം മുതൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ നിങ്ങൾക്കും പങ്കുചേരാൻ കഴിയും. പ്രത്യേകമായ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ സന്ദേശത്തിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂൻ ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത്. നിങ്ങളാകെ ചെയ്യേണ്ടത് 4222133 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നൊരു മിസ്ഡ് കോൾ നൽകുക. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നും ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരി നിങ്ങളെ വിളിച്ച് അതിനുള്ള ഗൈഡൻസ് നൽകുന്നതായിരിക്കും. ഈ വർഷം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് യേശുവിന് വേണ്ടി ചെയ്യാൻ കഴിയും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ യേശുവിന് വേണ്ടി ചെയ്യണമെന്നുണ്ട്, എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു. When Jesus decided to come into this world, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാൻ തീരുമാനിച്ചപ്പോൾ the heavenly council decided to give a sign. സ്വർഗത്തിലെ ആ അധികാരികൾ ഈ ഭൂമിയിലേക്ക് ഒരു അടയാളം ഇടുവാൻ ആഗ്രഹിച്ചു. And the heavenly council decided that Jesus should enter into this world through a virgin. എന്നു മാത്രമല്ല ആ സ്വർഗീയ അധികാരികൾ യേശു കർത്താവിന്റെ ഈ ഭൂമിയിലേക്കുള്ള പിറവി അത് ഒരു കന്യകയിലൂടെ ആകണം എന്ന് തീരുമാനിച്ചു. പറഞ്ഞ കന്യകയിലൂടെ, ഒരു പുരുഷനിലൂടെയല്ല, ഒരു സാധാരണ സ്ത്രീയിലൂടെയല്ല, പിന്നെ ഒരു കന്യകയിലൂടെ. Jesus was decided to come to this world through a virgin woman. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാനായി തീരുമാനിച്ചത് ഒരു കന്യകയിലൂടെയായിരുന്നു. Hallelujah. Hallelujah. So the sign that was given to the world was not the crucified Christ. അതുകൊണ്ട് ഈ ലോകത്തിന് ദൈവം തമ്പുരാൻ നിശ്ചയിച്ച അടയാളം എന്നുള്ളത് യേശു ക്രൂശിക്കപ്പെട്ട യേശുവല്ലായിരുന്നു. Hello. Many people think that Jesus was crucified on the cross and that is a sign to the whole world. ഒത്തിരി ആളുകളും ചിന്തിച്ചിരിക്കുന്നത് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു കിടക്കുന്നത് അത് ഈ ലോകത്തിന് ഒരു അടയാളമാണെന്നാണ്. But if you go through the history, we can understand that around 2000 criminals were crucified every year in Jerusalem. എന്നാൽ ചരിത്രം നാം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 2000-ഓളം കുറ്റവാളികൾ ഇതുപോലെ ക്രൂശിക്കപ്പെട്ടതായി അവിടെ ആ വർഷം ഉണ്ടായിരുന്നു. Many people think that because they don't know the history, they think that only Jesus was crucified. ഒത്തിരി ആളുകൾക്ക് ചരിത്രം അറിയാത്തതുകൊണ്ട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ് ക്രൂശിക്കപ്പെട്ടതെന്നാണ്. Thousands and thousands of criminals were crucified there. എന്നാൽ ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് കുറ്റവാളികൾക്ക് ചുമത്തിയിരുന്ന ശിക്ഷയായിരുന്നു ക്രൂശീകരണം എന്നുള്ളത്. Jesus was only among them who were crucified. ആ കൂട്ടത്തിൽ ക്രൂശിക്കപ്പെട്ട ഒരു കുറ്റവാളി മാത്രമായിരുന്നു യേശു കർത്താവ്. What about the resurrection of Jesus? എന്നാൽ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം എന്താണ്? Of course it is a unique thing. നിശ്ചയമായിട്ടും അത് നിസ്തുല്യമായ ഒരു കാര്യമാണ്. But many other people have also resurrected. എന്നാൽ അത്തരത്തിൽ ഉയർപ്പിക്കപ്പെട്ട വേറെ പല ആളുകളും ഉണ്ടായിരുന്നു. For example, Lazarus rose up from the dead. ഉദാഹരണമായിട്ട് ലാസർ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. Daughter of Jairus came to life. യായിറോസിന്റെ മകൾ ഇതുപോലെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. In the Old Testament and in the New Testament, many people have risen from the dead. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുപോലെ തന്നെ ഒത്തിരി ആളുകൾ മരണത്തിൽ നിന്ന് പുനരുത്ഥാനം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. Some of the resurrections were temporary, of course. ചില ആളുകളുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് താൽക്കാലികം മാത്രമായിരുന്നു. And the resurrection of Jesus is so unique. എന്നാൽ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് അത് നിസ്തുല്യമായിട്ടുള്ള ഒന്നാണ്. But that was not the sign. എന്നാൽ അതും ഒരു അടയാളമല്ലായിരുന്നു. What is a sign? എന്തായിരുന്നു യഥാർത്ഥത്തിൽ അടയാളം? The sign is the virgin birth of Jesus, the Savior. ഈ ലോകത്തിന് ദൈവം തമ്പുരാൻ കൊടുത്ത അടയാളം എന്നുള്ളത് കന്യക ഗർഭിണിയായി ഒരു രക്ഷകനെ പ്രസവിക്കുന്നതാണ്. People of God, listen to me. Nobody in the whole history of humanity has ever been born of a virgin before or after Jesus. Only Jesus was born through a virgin. ഓർക്കുക, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. യേശു ക്രിസ്തുവിന് മുൻപോ യേശു ക്രിസ്തുവിന് പിൻപോ ആരും ഒരിക്കലും യേശു ക്രിസ്തുവിനെ പോലെ കന്യകയിൽ നിന്ന് ജന്മമെടുത്ത അവതാരമെടുത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ പിറന്നു വീണിട്ടില്ല. Hallelujah. Hallelujah. A virgin shall bear
bear a son and give birth to a son. ഓർക്കുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചിരിക്കുന്നു. That will be a sign for the whole world. അത് ഈ ലോകത്തിന് മുഴുവനുമുള്ള ഒരു അടയാളമത്രേ. Give the Lord a clap. കൈകൾ രണ്ടും ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. Hallelujah. Hallelujah. On this Christmas day, let's thank God the Father for the virgin birth of Jesus. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു കന്യകയിൽ നിന്ന് ജന്മമെടുക്കുവാനായി യേശുക്രിസ്തുവിനെ അനുവദിച്ച സ്വർഗീയ പിതാവിന് നന്ദിയുടെ ഒരു ഹല്ലേലൂയ പറയാമോ? But there is a big problem here. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. How can a virgin conceive without knowing a man and give birth to a baby? എങ്ങനെ ഒരു കന്യകയ്ക്ക്, ഒരു പുരുഷനെ അറിയാത്ത ഒരു കന്യകയ്ക്ക് ഒരു കുഞ്ഞിനെ ഗർഭിണിയായി പ്രസവിക്കാനായി How many സാധിക്കും? people have asked that question? എത്ര പേര് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്? I have asked that question. ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. Even Mary asked the same question. എന്ത് പറയണം, മറിയയും ആ ചോദ്യം ചോദിച്ചു. Luke chapter 1 verse number 34, Mary is asking Gabriel the angel, how will this be? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മറിയ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ദൂതനോട് ചോദിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പിടിച്ചേ, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അടുത്ത ആളോട് ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? How can a virgin give birth to a baby boy? എങ്ങനെയാണ് ഒരു കന്യകയ്ക്ക് ഒരു ആൺകുട്ടിയെ പ്രസവിക്കാൻ സാധിക്കുന്നത്? How many of you want to know the answer? നിങ്ങളിൽ എത്ര പേർക്ക് അതിന്റെ ഉത്തരം അറിയണമെന്ന് ആഗ്രഹമുണ്ട്? ശരിക്കും You want to know the answer? നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയണമെന്നുണ്ടോ? Next verse. അടുത്ത വചനം. Luke chapter 1 verse number 35, the Holy Spirit will come upon you and the power of the Most High will overshadow you. ലൂക്കോസ് 1:35, അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. Mary asked the angel, how can this be? മറിയ ദൂതനോട് ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? I'm only a teenage girl. I'm just betrothed to Joseph. I don't know any man. How can this is possible? അവൾ ചോദിക്കുകയാണ്, ഞാനൊരു കൗമാരപ്രായക്കാരി മാത്രമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെ വിവാഹം ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടേയുള്ളൂ. ഒരു പുരുഷന്റെ അടുക്കൽ ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഇത് എങ്ങനെ എനിക്ക് സംഭവിക്കും? And the angel had the ready answer. എന്നാൽ ദൂതന് അതിന് തക്കതായ ഒരു ഉത്തരമുണ്ടായിരുന്നു. The angel said, the Holy Spirit will come upon you and the power of the Most High will overshadow you. He will take care of the rest. Don't bother about that. ലൂക്കോസിന്റെ 1-ാം അധ്യായം 35-ാം വചനത്തിൽ അതിന് ദൂതൻ വളരെ ശക്തമായി പറയുന്ന ഉത്തരം ഇതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ്. ജനുവരി 14 ശനിയാഴ്ച, സെന്റ് ജോസഫ് കത്തീഡ്രൽ ഹാൾ, സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, കോഴിക്കോട് ബീച്ച്, കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, പറഞ്ഞത് ഇങ്ങനെയാണ്. ഏതാണ്ട് 2013 തൻ്റെ ശരീരത്തിൽ അതിശക്തമായ ക്ഷീണവും തളർച്ചയും കാലിന് നല്ല വേദനയും തോന്നി. ആ സമയത്ത് താൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഒരു സ്കാനിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, മൂത്രസഞ്ചി താഴേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ഒരു സർജറിയിലൂടെ അല്ലാതെ ഇത് മാറാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞു. അതിന് ഏതാണ്ട് 1 ലക്ഷത്തിലധികം രൂപ അതിനുവേണ്ടി ചിലവാകുമായിരുന്നു. ഈ സഹോദരി ചെയ്തത് ഓപ്പറേഷന് വേണ്ടി പോയില്ല. ഇങ്ങനെ ഇതിനു വേണ്ടി നടന്ന സമയത്ത് തൻ്റെ ഒരു സഹോദരൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ 2014 മുതൽ താൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. 2 വർഷമായി. അന്ന് ഇവിടെ വന്നു. ഡാമിൻ ബ്രദർ പ്രാർത്ഥിക്കും, ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിക്കും. തന്നെയല്ല, ഇവരുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കും. അവിടെയും താൻ ചെല്ലും, പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയിലൂടെ
2 വർഷത്തിലധികം താൻ ഇവിടെ പങ്കെടുത്തു വന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ വീണ്ടും ഡോക്ടറെ അടുക്കൽ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ആ മൂത്രസഞ്ചിക്ക് ഒരു കുഴപ്പവും ഇല്ല, ആ മൂത്രസഞ്ചി സാധാരണ പൊസിഷനിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. നോക്കുക, അതിൻ്റെ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ പൊസിഷനിലേക്ക് അത് വന്ന് ചേർന്നിരിക്കുകയാണ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഒരു കാര്യം അറിയാവോ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, അല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആകാശത്ത് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന അതേ കർത്താവിന് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഈ മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തതിനായി നന്ദി. കർത്താവെ, നീ കൊടുത്ത വലിയ വിടുതലിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു അമ്മ. തടസ്സങ്ങൾ നിറഞ്ഞ ലോകം, വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം, മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ, ആകുലതകൾ തളം കെട്ടിയ നാളുകൾ, പ്രതിവിധികൾ തേടി നെട്ടോട്ടമോടുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ അവതരിപ്പിക്കുന്നു തടസ്സങ്ങളെ തകർക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 150. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രയർ ടൈം ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടൈം. കാരണം ഈ നിമിഷങ്ങളിലാണ് ഒത്തിരി അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഐ ബിലീവ് ദിസ് ഈസ് യുവർ ടേൺ. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൈകൾ അങ്ങ് നീട്ടി ഓരോ വ്യക്തിയെയും അങ്ങ് തൊടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ട്യൂമറുകളുള്ള വ്യക്തികൾ, ഒരു സർജറിയിലൂടെ മാത്രമേ ട്യൂമർ മാറുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മുഴകൾ, വളർച്ചകൾ, സിസ്റ്റുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിൽ തന്നെ രമണി എന്നു പേരുള്ള ഒരു സഹോദരിയുടെ ട്യൂമർ കർത്താവ് എടുത്തു മാറ്റുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അപൂർവമായ മാരകമായ ചില രോഗങ്ങൾ, യേശു കർത്താവ് നമ്മുടെ ഡോക്ടറാണ്. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള രോഗങ്ങൾ ശരീരങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകട്ടെ ഇൻ ജീസസ് നെയിം. മാനസിക രോഗങ്ങൾ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ വീടിനകത്ത് തന്നെ കഴിയുന്ന, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ചില വ്യക്തികളെ യേശു കർത്താവ് പുറത്തെടുക്കുകയാണ്. തടവറയിൽ നിന്നും അവരെ കർത്താവ് പുറത്തേക്കെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതിൽ തന്നെ രഞ്ജു എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയിരിക്കുന്നു. മറ്റൊരു പേര് കർത്താവിനെ കാണിക്കുന്നത് കൈലാസ് എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ചില രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറുകയാണ്. ഉറക്കമില്ലാത്ത അവസ്ഥകൾ, കൈലാസ് ഉറങ്ങാൻ കഴിയുന്നില്ല, അതുപോലെ ചില രോഗങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും യേശു കർത്താവ് നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കിയിരിക്കുന്നു ഇൻ ജീസസ് നെയിം. ജോലി നഷ്ടപ്പെട്ടത് നിമിത്തം ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുടുംബം, ആ കുടുംബനാഥൻ മാത്രമല്ല, കുടുംബമായി മരിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു കുടുംബത്തെ കർത്താവിനെ കാണിക്കുന്നു. എന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കാൻ പോവുകയാണ്. അത് കാണാൻ കഴിയാതെ, വിശ്വസിക്കാൻ കഴിയാതെ ഒരു ഗുരുതരമായ ഒന്നിലേക്ക് പോകരുത്. യേശുവിൽ വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ ചില ദുശീലങ്ങളിൽ നിന്നും പലരെയും കർത്താവ് വിടുവിക്കുന്നു. പുകവലിക്ക് അടിമകളായവർ, വായിലിട്ട് ചവയ്ക്കുന്ന പലതും, ഇഞ്ചക്ഷൻ എടുക്കുന്നത്, മദ്യപാനം, ഇതിൽ നിന്നൊക്കെ കർത്താവ് ഒത്തിരി പേര് വിടുവിക്കുന്നു. യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ വിടുതലുകൾ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ കർത്താവെ അങ്ങ് കുഞ്ഞുങ്ങളെ നൽകണമേ.
കിഡ്നികൾ തകരാറിലായ, 2 കിഡ്നികളും തകരാറിലായ ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഡയാലിസിസ് വേണ്ടാത്ത രീതിയിൽ പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. നിലയ്ക്കാത്ത ബ്ലീഡിങ് ചില സഹോദരിമാരിൽ യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ. പൈൽസ് രോഗത്തിന് അടിമകളായ ചില വ്യക്തികളെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് 2 കൈകളും നീട്ടിപ്പിടിക്കുക. ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. ഏത് വിഷയമാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ കർത്താവ് നീ വിടുതൽ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ചെവിയിൽ നിന്നും പഴുപ്പ്, വെള്ളം ഒലിച്ചിറങ്ങുന്ന ചില വ്യക്തികൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. ദാമ്പത്യ വിഷയങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. ഭവനത്തിൻ്റെ പണികൾക്കായി കർത്താവ് പ്രവർത്തിക്കണമേ. ജോലിയുടെ കാര്യത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ഏത് വിഷയമാണെങ്കിൽ കർത്താവ് നീ അത്ഭുതം ചെയ്യുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഒരു SMS അയക്കാം, ഫോൺ ചെയ്ത് പറയാം, നേരിൽ കണ്ടു പറയാം. ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുക. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. കൂടാതെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, ഏറ്റവും അവസാനം പ്രസിദ്ധീകരിക്കപ്പെട്ട തടസ്സങ്ങളെ തകർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളെ തകർത്ത് ജീവിതം മുന്നിലേക്ക് ഈ പുതിയ വർഷത്തിൽ കൊണ്ടുപോകാൻ ആവശ്യമായ ഊർജം പകരുന്ന പുസ്തകമാണ് തടസ്സങ്ങളെ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്, ബ്രേക്കിംഗ് ബാരിയേഴ്സ്. മറ്റ് പല പുസ്തകങ്ങളും അവൈലബിൾ ആണ്. സ്ക്രീൻ നമ്പർ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക, ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. We are going to see again tomorrow. Bye-bye.